അച്ഛൻ ഉടമ്പടി എടുത്തതാണ്. പക്ഷെ ഉടമ്പടി വെച്ചാൽ ഇതുപോലെ പെർഫെക്റ്റായിട്ട് ഉടമ്പടി എടുത്തിട്ട് അത് ഒരു സാക്ഷ്യം ഞാൻ കേട്ടിട്ടില്ല. അത്രയ്ക്ക് പെർഫെക്റ്റാണ് അച്ഛൻ്റെ ഉടമ്പടി. അവരച്ഛന്മാരിൽ നിന്ന് ഉടമ്പടി എടുക്കുന്നതിൽ ഏറ്റവും ടോപ്പ് സാക്ഷ്യമാണ് ഇതെന്ന് തോന്നുന്നത്. വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനമുണ്ട്, ഉടമ്പടി വിഹിതമായ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, അതുപോലെ സാക്ഷ്യ ജീവിതമുണ്ട്. പക്ഷേ അദ്ദേഹം ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ഈ ഹീമോഗ്ലോബിൻ്റെ പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ ഹീമോഗ്ലോബിൻ 6.3 വന്നതിൽ പിന്നെ കൂടുന്നില്ല. ബോൺ മാരോ ചെയ്യാൻ പറഞ്ഞു. പിന്നെ നിരീക്ഷണത്തിലായി 5-6 ദിവസം ആശുപത്രി കിടന്നു, മാറ്റമൊന്നുമില്ല. അപ്പോൾ വേറെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുകയായിരുന്നു. ആണ് അദ്ദേഹം ഉടമ്പടി എടുത്തത്. പക്ഷേ ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഹീമോഗ്ലോബിൻ കൂടാൻ തുടങ്ങി. കർത്താവ് സഹായിക്കാൻ തുടങ്ങി അച്ഛനെ. അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കണം, അത് അച്ഛൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. പക്ഷേ അച്ഛൻ നല്ല അറിവുള്ള ആളായത് കാരണം കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ 14.6 ഹീമോഗ്ലോബിൻ. പക്ഷേ അച്ഛൻ്റെ ഒരു സാക്ഷ്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് അറിയാമോ, അതായത് ഈ അച്ഛൻ ഉപവിപ്രവർത്തനങ്ങളെ വേണ്ടി നമ്മൾ നോമ്പ് കാലാകുമ്പോൾ ഒത്തിരി ഉപവിപ്രവർത്തനമൊക്കെ വരികയല്ലേ. പക്ഷേ എപ്പോഴും ഒരു മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുമായിരുന്നു. മെൻ്റൽ റിട്ടാർഡഡ് മാനസിക രോഗികളുടെ ആശുപത്രിയിൽ പോകും, സ്ഥാപനത്തിൽ. അവർക്ക് അംഗവൈകല്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്തോ ഒരു ചാലഞ്ചസാണ്. അംഗവൈകല്യമുണ്ട്, മാനസിക രോഗമുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവർ. അപ്പോൾ എന്നാലും അച്ഛന് ഒരു ഉടമ്പടി കഴിഞ്ഞപ്പോൾ ഒരു അഭിഷേകം കിട്ടിയപ്പോൾ അവിടെയൊക്കെ സ്ഥാപനത്തിൽ പോയി അച്ഛൻ അവർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുകയും അവരെ ട്രീറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത്. അപ്പോൾ ഒരു മാനസിക വൈകല്യമുള്ള അംഗവൈകല്യമുള്ള കുഞ്ഞ് അച്ഛനൊക്കെ ഒന്ന് കുടിക്കാൻ വെള്ളം ചോദിച്ചു. അപ്പോൾ അച്ഛൻ തിളപ്പിച്ചാറ്റിയ വെള്ളം, ശുദ്ധമായ വെള്ളം കുഞ്ഞിന് കൊടുത്ത്. കുഞ്ഞിങ്ങനെ അറിയാമല്ലോ, അവന് വൈകല്യമുള്ള ആളാണ്. അവനിങ്ങനെ വായിൽ നോളയും ഇട്ട് തുപ്പലിട്ട് പറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാണ് കുടിക്കണത്. എന്നിട്ട് പകുതി കുടിച്ചുകൊണ്ടല്ല, അങ്ങനെ തന്നെ അച്ഛൻ്റെ മുഖത്തിട്ടെറിഞ്ഞ് അച്ഛൻ വല്ലാണ്ടായി തുപ്പലൊക്കെ വീണ്. അവൻ അച്ഛൻ പറയണേ, ഞാൻ ആ കുഞ്ഞിനെ നോക്കിയപ്പോഴേ എനിക്ക് ഉണ്ണീശോയെ പോലെ തോന്നിയത്. എനിക്ക് അത് ആ സാക്ഷ്യം കേട്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാഴ്ച മാറിപ്പോയി, കണ്ടില്ലേ, കാഴ്ച മാറിപ്പോയി. മറ്റുള്ളവരെ നമ്മളെ ഉപദ്രവിക്കുന്നവരിലെയും നമ്മളെ കാണുന്നൊരു കാഴ്ച ഉണ്ട്, അതിൽ ക്രിസ്തുവിനെ കാണുന്നൊരു കാഴ്ച. അതാണ് ഈ മൂന്നാം